കാണുന്നുണ്ടോ കറക്റ്റ് ഒന്നും അറിയില്ല. അതേ നിൽക്കണ പറഞ്ഞത് അവിടെ. Good name Hanuman. ബാഡ് നെയിം Ravan. രാവൺ. This is tiger. ക്യാ In Pattaya, tiger. ടൈഗർ. Ah. ഓ ടൈഗർ. Tiger. യാ. നോക്കി തുറന്നതേ ഓർമ്മയുള്ളൂ കേട്ടോ. നോക്കി. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ തായ്ലൻഡ് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്തു, കാലിക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4:19 ഇപ്പോൾ ഏകദേശം ഒരു 11 ആകുമ്പോഴേക്കും അവിടെ എയർപോർട്ടിൽ എത്തിയാൽ മതി. അവിടെ കൊച്ചിയിൽ ചെന്നിട്ടും കുറച്ച് സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അപ്പം എയർപോർട്ടിലുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫ്ലൈറ്റിലുള്ള കാര്യങ്ങളും ഇനി അങ്ങോട്ടുള്ള തായ്ലൻഡിലുള്ള അടിച്ചു പൊളിക്കുന്ന കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. 5 ദിവസത്തെ ട്രിപ്പ്, 5 ദിവസം അടിച്ചു പൊളിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതാണ്. തായ്ലൻഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പോകാൻ ആഗ്രഹമുള്ള സംഗതി, അവിടെ എല്ലാം പോകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ ബൈ, സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ട്രാവൽ പാർട്ണർ ട്രിപ്പ് വേ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമാണ്. കൊടുവള്ളി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. ഇപ്പോൾ സമയം 8:59 കറക്റ്റ്. നാളെ ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഡിന്നറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ നേരെ 2 മണി 2:30 ഫ്ലൈറ്റ്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് കാണാം. ഓക്കെ ഗൈസ്, നമ്മളെ ഡിന്നറൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ കോശി. അപ്പോൾ കോശീൻ്റെ ഫ്ലാറ്റിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. 2:30 ഫ്ലൈറ്റ്. അതേപോലെ ഇപ്പോൾ ഏകദേശം ഒരു 10:30 അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ. അപ്പം ബാക്കി ഇനി എയർപോർട്ടിൽ നിന്ന് സെറ്റ് ചെയ്യാം. ഗൈസ്, ഞങ്ങളിപ്പോൾ കൊച്ചി എയർപോർട്ടിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ ലാൻഡിങ് കാണുന്നൊരു സ്പോട്ടുണ്ട്. ഇതാണ് ആ സ്പോട്ട്. ഇതിൻ്റെ നേരെ ബാക്കിൽ കാണുന്നത് റൺവേ ആണ്. നമുക്ക് ലാൻഡിങ് കിട്ടുമോ നോക്കാം. ഇപ്പം ആപ്പിൽ നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം ഗൈസ്, ആ സംഗതി ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കിയോ. ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബംഗാളിനെ കൊണ്ടുവന്നത് കാര്യമായി. ഇതാ പോകുന്നത്. നമ്മൾ ഡിപ്പാർച്ചർ 1A 1B ഇതിനകത്തൂടെയാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്തിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഗൈസ്, നമ്മൾ എയർപോർട്ടിനകത്ത് എത്തി ആണല്ലേ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് തോന്നുന്നത് അധികം ആളുകളൊന്നും കാണാനില്ല. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോകണം. നമ്മൾ തായ് ലയൺ അതിലാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ചെക്കിങ് കൗണ്ടർ ഇനി കണ്ടുപിടിക്കണം. ഒരുപാട് ചെക്കിങ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ചെക്കിനും സെക്യൂരിറ്റിയും കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്തായാലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് തരാം. അപ്പം അങ്ങോട്ടേക്ക് ചെക്കിങ് കൗണ്ടറൊക്കെ ഒന്ന് തപ്പട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. നേരെ ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീൻ്റെ ഇടയിലാണ്. ഇപ്പോൾ അമ്മ വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. എന്താ അമ്മ നോക്കണേ? എന്താ അത് കൂറുമുട്ടായി എന്തോ സാധനം അവിടെ വെച്ചവാ. അത് നമ്മൾ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ ഗേറ്റ് കൊച്ചി എയർപോർട്ടിൽ തന്നെ അതിന് മാത്രം അധികമൊന്നും പോകാനില്ല. ഗേറ്റ് 1, 2, 3, 4, 5 ഒക്കെ അവിടെ തന്നെ. 2 to 5 ഇത് അവിടെയാണ് കാണിക്കുന്നത്. നമ്മൾ ഗേറ്റ് നമ്പർ 3-ലാണ്. ഗേറ്റ് നമ്പർ 3 എനിക്ക് തോന്നുന്നു ഏകദേശം എന്താ അവിടെ ആയിട്ട് വരും. അങ്ങോട്ടേക്ക് പോകേണ്ടി വരും.
രാവിലെ കുളിക്കാത്തതുകൊണ്ടാണ് അമ്മ. നമ്മളെ ഫ്രാഗ്രൻസിൻ്റെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതേതാ? ഇത് അതുണ്ടല്ലേ, ഇത് ഒരു 7,000 8,000 ആ 9,000 11 10,500 11,000 ജസ്റ്റ് മിസ് എബോ 11,000. ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ പെർഫ്യൂം തെണ്ടലൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഗേറ്റിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഗേറ്റ് നമ്പർ 5 ആണ് നമ്മൾ ആക്ച്വലി. ഇത് കണ്ടില്ലേ, കൊച്ചി എയർപോർട്ടിനകത്ത് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ടാണ്. ഞാൻ കാണിച്ചു തരാം. അതാ എൻ്റെ ബാക്കിനകത്ത് നിൽക്കുന്നത്. ഇത് കംപ്ലീറ്റ് 1 2 3 4 5 6 എല്ലാം ഇവിടെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് നമ്പർ 3 ഞാൻ നോക്കിയിട്ട് ദൂരെ നിന്നൊരു 3 കാണുന്നുണ്ട്, അവിടേക്ക് ആയിരിക്കും. കണ്ട സ്പ്രേ മൊത്തം അടിച്ചിട്ട് പാത തലവേദന ചിരിക്കാണ് കേസ്. ആരും ഇത് ചെയ്യരുത്. ഡോണ്ട് റിപ്പീറ്റ്. എന്നോടെന്നെ പറഞ്ഞത് ഞാൻ ഡോണ്ട് റിപ്പീറ്റ്. അവിടെ സ്പ്രേ എല്ലാം കൂടി അടിച്ച് കൂട്ടിയിട്ടുണ്ട്, തല വേദനിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അടുത്തേക്ക് ഇനി ആരും നോക്കില്ല. സത്യം അടുപ്പിക്കല്ല, ആരും വരൂല അടുത്തേക്ക്. അമ്മ അതിൽ എല്ലാ ബ്രാൻഡിൻ്റെയും സ്പ്രേ അടിച്ച് കയറ്റിയിട്ട് എന്നിട്ട് അടുത്തിരിക്കാൻ വയ്യ. അങ്ങനത്തെ ഓരോ മൂക്ക് അടച്ചേക്കണ്ട, മൂക്ക് അടഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി. അങ്ങനെ ഗൈസ് നമ്മളെ നമ്പർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ചെക്കിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ബോർഡിംഗ് ഗേറ്റിലെത്തി. പാസ്പോർട്ട് കാണിച്ചിട്ട് ഇപ്പോൾ ചെക്കിൻ ചെയ്യണം. താങ്ക് യു. അങ്ങനെ നമ്മളെ ഇത് കഴിഞ്ഞു. ബോർഡിംഗ് പാസ് റെഡിയായി. ഇനി നമ്മളിതാ നേരെ ഫ്ലൈറ്റിലേക്ക് നടക്കുകയാണ്. താങ്ക് യു. ഇതാ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, റെഡിയാണ്. സമയം 1:45 അല്ലേ? ഫ്ലൈറ്റിൽ കയറുക, കിടന്നുറങ്ങുക, അതാണ് പ്ലാൻ. നാളെ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് തുറക്കുമ്പോൾ ഇനി നമ്മൾ തായ്ലാൻഡിലായിരിക്കും. അമ്മു എക്സൈറ്റഡ് ആണ്. ഹലോ ഗൈസ്, നമ്മളിവിടെ തായ്ലൻഡിലെ ഡോൺ മ്യൂം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടോ. നമ്മൾ വന്ന ഫ്ലൈറ്റ് കൂട്ടണം അവിടെ റെഡി കൊണ്ടിരിക്കാം. നമ്മളങ്ങനെ ഇമിഗ്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഏകദേശം നാട്ടിലെ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ 6:08, അതായത് ഇവിടുത്തെ 7:38 കാണിക്കുന്ന സമയം. നമുക്ക് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പുറത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഞങ്ങൾ ശരിക്കും ഇന്നലെ ഒരു 2:30 ഒക്കെ ആകുമ്പോൾ രാത്രി കയറിയതാണ് അവിടുന്ന്, കൊച്ചിയിൽ നിന്ന്. അപ്പം അത്യാവശ്യം ഒരു ലോങ് ഫ്ലൈറ്റ് തന്നെയായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യം പറയാൻ ഞങ്ങൾ വന്നത് തായ്ലാൻഡിലാണ്. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടി ഉറങ്ങാൻ. അതുകൊണ്ട് നമ്മൾ സിം എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സിം എടുക്കുന്നത്. എയർപോർട്ടിനകത്ത് തന്നെയാണ്. നമ്മളെ ഇത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ട്രൂ. ആ
എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ എക്സിറ്റ് ഉണ്ട്. വാ നമുക്ക് എക്സിറ്റിൽ പോവാം. ഗേറ്റ് നമ്പർ 5 നമ്മളെ ഡ്രൈവർ ഉണ്ടാവുക പറഞ്ഞത്. ഗേറ്റ് നമ്പർ 5 പോയിട്ട് ആൾ കാത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെ കുറേ നട്ടം തിരിഞ്ഞ് ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചതാണ്. കുറേ ബോർഡും പിടിച്ച ആൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നമ്മളെ പേരുണ്ടോ നോക്കാം. ഏകദേശം അവർ മാർക്ക് ചെയ്ത് തന്നതും ഈ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. നമ്മളെ പേര് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇതാണ് നമ്മുടെ ക്യാമറ. അതിനകത്ത് ഏതാ? എക്സ്ക്യൂസ് മീ, ദാറ്റ് വൺ, ദ ട്രിപ്പ് യെസ് ആ യെസ് 2 adults. കിട്ടി ടു പീപ്പിൾ. യാ സി യു വാണ്ട് ഫോട്ടോ? യാ അമ്മോ അവർക്ക് ഫോട്ടോ എടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ടാക്സി കാര്യം ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഗൈസ് അങ്ങനെ നമ്മുടെ ടാക്സി പുറത്ത് വെയിറ്റിംഗ് ആണ്. പോയി നോക്കാം. ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ടാക്സീൻ്റെ. എത്ര നമ്പർ പറഞ്ഞപ്പോൾ? 75. ആ യെസ് ടാക്സി കിട്ടിയിട്ടോ. അവിടെ വെയിറ്റിംഗ് ഉണ്ട്. ആ യെസ്. സവാഡിക്ക. ഓക്കെ ശരി. ഓക്കെ ബാഗ് വെക്കണോ? വേണ്ട ചോദ്യം. വാ നീ കയറിക്കോ, ഞാൻ ഫ്രണ്ടിലിരിക്കേ. ഇപ്പോൾ ഗൈസ് നമ്മൾ ടാക്സി കയറട്ടെ. വണ്ടി വന്നിട്ടുണ്ട്. Can I sit in the front? Okay. Yeah, okay. Yes. So guys, നമ്മൾ ടാക്സിനകത്ത് കയറി. Hi. Hi. Your name? Noot. Nu? Noot. Yes. Noot. Hi. Noot. What is your name? Ramjit. Ramajit. Yes. Okay. Nice to meet you too. Yeah, nice to meet you too. โอเคค่ะเดี๋ยวนะคะยินดีต้อนรับสู่ประเทศไทยนะคะ ฉันกำลังจะพาคุณไปที่ไทเกอร์โทเปียค่ะ ขออนุญาตถ่ายรูปพวกคุณ1 รูปเพื่อส่งงานนะคะขอบคุณค่ะ Welcome to Thailand. I'm about to take you to Tigertopia. May I take one photo of you for my assignment? Thank you. Yeah, sure, you can take. Okay, thank you very much. Yeah. പുള്ളിക്ക് ആക്ച്വലി ഇംഗ്ലീഷിനെ കുറച്ച് അപ്പോൾ ട്രാൻസ്ലേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ഫോട്ടോ എടുക്കണം എന്നാണ് പറഞ്ഞത്. യാ ഷാൽ വി പോസ്? യാ Thank you so much. യാ താങ്ക് യു. അമ്മുവിനെ വെരി വെരി ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ അമ്മൂടെ ആ ചിരി ഒന്ന് കണ്ടേ. അപ്പോൾ പുള്ളിക്കാരായിരിക്കും നമ്മളെ ഇന്നത്തെ നമ്മളെ ട്രാവൽ ഗൈഡ്. എന്താ പറഞ്ഞാൽ അമ്മുവിന് എന്താ പറയേണ്ടത്? എന്താ ചെയ്യുക, അമ്മൂനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. അപ്പോൾ അത്രയ്ക്ക് കണ്ട. ഓക്കെ. അപ്പോൾ ഇന്ന് പുള്ളിക്കാരായിരിക്കും നമ്മളെ കംപ്ലീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. നമ്മൾ ടൈഗർടോപ്പിയയിൽ കൊണ്ടുപോകുന്നതും പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നതും പിന്നെ നൈറ്റ് അൽക്കസാർ ഷോ യു വിൽ ബി ടേക്കിംഗ് അസ്. അൽക്കസാർ ഷോ യു ഡ്രൈവിംഗ് അസ്? യാ ഓക്കെ. ഓക്കെ. അപ്പോൾ അൽക്കസാർ ഷോ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രാത്രിക്കുള്ള. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരായിരിക്കും നമ്മളെ കാര്യങ്ങളെ കൂട്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ തായ്ലൻഡിലെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ തന്നെ അമ്മൂന് എന്തോ പറയാനുണ്ട്. എന്തേ എന്നോട് പറയാനാ? ഓക്കെ ശരി ഓക്കെ. അപ്പോൾ എന്നാൽ നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പുള്ളിക്കാരിപ്പോൾ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മഴക്കാറൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ കൂടെ മഴ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 8:39 ഇപ്പോൾ ഇവിടെ. നമ്മൾ നേരെ പോകുന്ന ടൈഗർടോപ്പിയയിലാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരിക്കും. ടൈഗർടോപ്പിയയിൽ പോകുന്നുണ്ട്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡറാണ് ടിക്കറ്റിനകത്ത്. അപ്പം ഇനി തായ്ലൻഡിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളിതാ ഇതാണ്ട ഒരു ഓട്ടോ ഇതിനാണ് ടുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ടുക്ക്. ഇതേ പോണതാ നമ്മൾ ഇതാ പോകുന്നത്. നമ്മൾ ഓട്ടോറിക്ഷ നീട്ടി വലിച്ച് അങ്ങനെ ഉണ്ടാവും. അതാണിത് നമ്മുടെ നാട്ടിലെ അതാണ് പോണത്. റോഡൊക്കെ അടിപൊളി റോഡാട്ടോ. അല്ല അത് എല്ലായിടത്തും ഫ്ലൈ ഓവറും കാര്യങ്ങളും നല്ല ട്രാഫിക് ഉണ്ടോയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അറിയില്ല. ഇനിയിപ്പോൾ പോകുന്നതിനനുസരിച്ച് അറിയാം. അപ്പോൾ ഇതുവരെ നമുക്ക് ട്രാഫിക്കൊന്നും കിട്ടിയിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്യാം.
അതുണ്ട് അവിടെ ഒരു ജയൻറ്റ് വീല് പോലെ. കൊള്ളാട്ടോ ഈ സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റിയൊക്കെ മാറി മാറി പോയിട്ടുണ്ട്. കുഴപ്പമില്ല. നേരത്തെ ഒരു അടിപൊളി ഷോപ്പിംഗ് മോളുണ്ട്, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് പോയതുകൊണ്ട് ആ ക്യാമറ എടുത്തപ്പോഴേക്കും കഴിഞ്ഞു പോയി. പിന്നെ ഇവരുടെ അടുത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് വരുമ്പോഴേക്കും സമയമാവും. അതുകൊണ്ട് തന്നെ എടുത്തില്ല. ഇതാണ്ടാ ജയൻറ്റ് വീല്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മളിപ്പോൾ ഇറങ്ങി നേരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടേ, ഫ്രഷ് ആവല്ല ആക്ച്വലി നമുക്ക് കുറച്ച് ഡ്രിങ്ക്സും പിന്നെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ, വെള്ളവും സംഗതികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ 7-Eleven ഉണ്ട്. അപ്പോൾ 7-Elevenലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിൽ ഗോ ആൻഡ് കം. വിൽ ഗോ ആൻഡ് കം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ 7-Elevenലേക്കാണ് പോണേ. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന നമുക്ക് വെള്ളവും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ബാക്കിയെല്ലാ സംഗതികളും ഇവിടുന്ന് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയും സ്ഥലങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇതൊരു ഭയങ്കരമായിട്ടൊരു നമ്മുടെ നാട്ടിൽ ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ കേട്ടോ എല്ലാ സംഗതികളും ഉണ്ട്. ഞാൻ കാണിച്ചത് സ്റ്റാർബക്സ് അവിടെ, മക്ഡൊണാൾഡ്സ് ഇതാ, സബ്വേ, പിന്നെ ഇവരുടെ തന്നെ കുറേ സംഗതികളുണ്ട്. പിന്നെ ഇതെന്താ സൂഷിയോ അല്ല ഷുയി, ഗ്രാസ് ജെല്ലി, മാംഗോ, അവരുടെയൊക്കെ സിഗ്നേച്ചർ മാംഗോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി ഇതാ അവിടെ. ഇത് ഏതോ ഇന്ത്യക്കാരൻ്റെ, മേലെ പഞ്ചാബി വെക്കുന്നുണ്ട്, അത് തന്നെ ഇന്ത്യക്കാരൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 7-Elevenലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ 7-Eleven. നമ്മൾ പോകുമ്പോൾ ഒരുപാടെണ്ണുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോണ വഴിക്കൊന്ന് നിർത്തിയതാണ്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം, പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിക്കാം. ഗൈസ്, 7-Eleven നമ്മളൊരു വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കി. ഇതിൻ്റെ സ്ട്രോയും സാധനങ്ങളൊക്കെ നീ തപ്പട്ടെ, ഒരു മിനിറ്റ് നോക്കട്ടെ. ഇതിൻ്റെ സ്ട്രോയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്, പാളി. ഇതിൻ്റെ അടപ്പും കാണാനില്ല. അടപ്പൊക്കെ എവിടെയാ? ഇതാണ് നമ്മൾ ചെയ്ത സാധനം. ഗൈസ്, നമ്മളെ 7-Eleven എല്ലാവരും റീൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറൽ സാധനം ഞങ്ങളങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. ഇതിനകത്ത് വൈറ്റമിൻ സിയും പിന്നെ സ്ട്രോബെറീൻ്റെ ഒരു ജ്യൂസുമാണ്. വേറൊരു ടൈപ്പ് ഓഫ് സോഡ വെച്ചിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഇത് കൊള്ളാം. നല്ലൊരു ദാഹിച്ചൊക്കെ വരുമ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ തന്നെ മേക്ക് ചെയ്യാം. 7-Eleven തന്നെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലാക്കി എടുത്തു കഴിഞ്ഞാൽ അവർ ബില്ല് ചെയ്യുന്ന സമയത്ത് അവർ ഇതിൻ്റെ ടോപ്പും സ്ട്രോയും തരും. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നേരെ ഇനിയിപ്പോൾ അടുത്ത ടൈഗർ ടോപ്പിയിലേക്കാണ്. ഇവിടുത്തെ ബസ് നോക്ക്. ഇതാണ് ഇവിടുത്തെ ഒരു ബസ്. ഞാൻ കാണിച്ചു തരാം. അടുത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അടിപൊളി ബസ് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 3 നേരേൻ്റെ ബസ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി 3 ഉണ്ട് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, ജനൽ കണ്ടിട്ട്. അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബസ് കേട്ടോ. നമുക്ക് കണ്ട നല്ല വലുപ്പമുണ്ട്. അങ്ങനെ നമ്മൾ ടൈഗർ ടോപ്പിയിൽ എത്തിയിട്ടാവും. നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമ്മളെ ഗൈഡ് മുന്നിൽ പോകുന്നുണ്ട്. അവരെ ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പാക്കേജ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ബസ് നിറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ. ഇവിടെ പറഞ്ഞ പോലെ സോങ്ക്രാൻ ഫെസ്റ്റിവൽ നടന്നിരുന്നുണ്ടോ. അത് ആക്ച്വലി നമുക്ക് മിസ്സായി. ഞാനത് അറിഞ്ഞില്ല. 16 വരെയായിരുന്നു സോങ്ക്രാൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത്. അത് തായ് ന്യൂ ഇയർ ആണ് ആക്ച്വലി. ഞാൻ ടിക്കറ്റായിട്ട് നമ്മൾ ആളെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. เสือถ่ายรูปกับเสือให้คุณถือไว้อย่าทำให้ค่ะ This sticker? Yes, Yeah. sticker. Okay. ฉันจะแนะนำนี่คือจุด എന്തൊക്കെയോ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. รถเข้าชมสวนเสือนะคะและเวลาออกมาก็จะมีจุดให้ എന്തോ നമ്മൾ പോകാനുള്ള വഴിയും സംഗതികളൊക്കെ ഒന്ന് പറഞ്ഞു തരാണ്. പുള്ളിക്കാരി തായ് ആയതുകൊണ്ടേ അവർക്ക് ഇംഗ്ലീഷ് വലിയൊരു വശമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.
നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതിലേക്കാണ് പുള്ളിക്കാരി നമ്മളെ കൊണ്ടുപോണത്. ഭയങ്കര ചൂടുണ്ട് കേട്ടോ, കുറച്ച് ചെറുതായിട്ട്. പക്ഷേ ഇതിൽ തന്നെ പൊതുവേ മറ്റേ ആദ്യമുള്ളതിനേക്കാളും അത്ര ചൂട് ഇല്ല, കാണാനില്ല. നമുക്കേ ഈ ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടോ. ആ സ്റ്റിക്കർ കാണിച്ചാലേ നമുക്ക് ഇവിടെ ഒരാളുണ്ട്. നമസ്കാരം. ഇതാണ് നമ്മുടെ ടൈഗർ ടോപ്പിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം. അധികം തിരക്കൊന്നും കാണാനില്ല. നമുക്ക് നമ്മൾ ബാക്കി പരിപാടി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ആദ്യം തന്നെ പോയിട്ട് തട്ടാം. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ ഒരുവിധം കഴിഞ്ഞു പോയിട്ടോ. അവിടെ ഉണ്ട് വെൽക്കം ഡ്രിങ്ക്. ഇവിടുന്ന് എല്ലാം അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം. ഇവിടെ ആക്ച്വലി ടൈഗർ ഉണ്ട് കേട്ടോ. നമ്മൾ കാണാത്തതാണ്. ഇത് ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അല്ലാണ്ട് അവിടെ രണ്ടെണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ടേ. കാണുന്നുണ്ടോ കറക്റ്റ് ഒന്നും അറിയില്ല. അതേ നിൽക്കണ പറഞ്ഞത് അവിടെ. ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അധികവും ഇന്ത്യൻ കുസീൻ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാലോ, നമ്മളിപ്പം നാട്ടിലുണ്ടാക്കുന്നത് വേറെ എവിടെ പോയി കഴിച്ചു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ആ ഒരു ഇത് പ്രതീക്ഷിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്. അപ്പോൾ നമ്മളെ ഇനി ടൈഗറിനെ കാണാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞിട്ട് ഇനി ടൈഗറിനെയും കൂടി കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ. എല്ലാ ലഗേജും കാറിൽ കയറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേരിങ്ങനെ ചൂടായി വരുന്നു, പക്ഷേ വലിയ ചൂടില്ല. നമ്മുടെ രാവിലെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ലേശം ഒരു മൂടിയായി നിൽക്കണോണ്ടേ ആ ഒരു വിങ്ങൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ്സ് കാണിക്കണം. നമുക്ക് എൻട്രി ചെയ്യണം ടൈഗർ സൂവിലേക്ക് കയറണമെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഇതിവിടെ എൻ്റെ ഒട്ടിച്ച് ബാഗിൽ. ഓക്കെ. നമുക്ക് വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടിയിലകത്താണ് കൊണ്ടുപോകണേ. ഈ വണ്ടിയിൽ കയറാൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ദിസ് വൺ? യാ, ഓക്കെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എങ്ങനെയാണ്. ടൈഗർ പെട്ടെന്ന് ചാടി വന്നാൽ എന്ത് ചെയ്യും? നന്നായിരിക്കും. ബാഡ് നെയിം? രാവൺ. നൈസ്. Sorry, I can't speak English. I cannot speak English very well. No, this is enough. No problem. Yeah. Okay, guys, ഇതാണ് നമ്മുടെ ഗൈഡ്. You come here for honeymoon? No. Honey sun. Yeah. Honey sunset. Yeah, honey sun. So hot here. Okay. So hot. ഭയങ്കര താമസക്കാരനാട്ടാ. യെസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പാർക്കിന്റെ ബാക്കി കാര്യങ്ങൾ. നമ്മളിപ്പോൾ 1, 2, 3, 4 പേരാണല്ലോ കേട്ടോ. Big tiger. ഓക്കെ, നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടോ. നമുക്ക് ഇറങ്ങാം. ഇവിടെയാണ് ഗൈസ് നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. യാ ഓക്കെ. യാ Where you going? ടേക്ക് ഫോട്ടോ. യാ. ഓ, 1 മിനിറ്റ്. ഇതൊക്കെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട് അവിടെ. കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. അത് ലയണാണ്. ഭയങ്കര കാണുന്നുണ്ടായിരിക്കും. എനിക്ക് ഇവിടുന്ന് ആളൊരു ഗവണ്ട ലയണാട്ടോ. നമുക്ക് ടൈഗറിനോട് ഫോട്ടോ എടുക്കണ്ടേ, അതിനാണ് ഫോട്ടോ എടുത്തത്. ഫോട്ടോ എടുത്തോ? അല്ലല്ല, ഇത് ടിക്കറ്റിനകത്തല്ല. അമ്മൂന് ഭയങ്കര പേടിയാണ് ഗൈസ്, നടക്കില്ല അത്. അല്ലല്ല, എടുത്തോ. ഇത് ചെറിയ ടൈഗർ ആണല്ലേ. വാ ഗൈസ്, നമുക്ക് പോയിട്ട് എടുക്കാം. അമ്മൂന് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. This is tiger. Yeah. In Pattaya, tiger. Tiger. Oh. Tiger. Yeah. Tiger. I'm very bad English. You're good in English. Sure? Yeah. Oh, clear. Hindi also you're good. Yeah, acha. Oh, yeah. Guys, അമ്മൂന് പേടിയാണ് ഗൈസ്. സിംഹല്ല, അത് കടുവയാണ്. കടുവ നമ്മള് നോക്കേ അങ്ങോട്ട് നോക്കേ. เขามีกี่ตัวเนี่ย
അത് ഇവിടെ എല്ലാരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടാ. പിന്നെ ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ, ഒന്നും ചെയ്യില്ല. ഇത് അമ്മ പോവല്ലേ? Super. ഈ ഗേറ്റിന്റെ അപ്പുറത്തെ മുകളിൽ നിന്ന് കുറെ ആൾക്കാർ നമ്മുടെ ഫീഡ് ചെയ്യുന്നുണ്ട് ടൈഗേഴ്സിനെ. അത് ഗണ്ണ് വെച്ചിട്ട് മുകളിലൊരു കേജ് ഉണ്ട്, അതിനകത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേജ് ഓപ്പൺ ആയിട്ട് മീറ്റ് താഴേക്ക് വീഴും. അതാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇപ്പോൾ ഓരോന്ന് വീണിട്ട് ടൈഗർ നടന്ന് തിന്നോണ്ടിരിക്കുക. അപ്പോൾ ഓരോന്ന് നമുക്ക് പോവാട്ടോ, നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഇത് ചെയ്യാം. പക്ഷെ അതിന് അഡീഷണൽ പൈസ കൊടുക്കണം. എത്രയാ? 300 ബാത്തോ 400 ബാത്തോ കണ്ട് അഡീഷണൽ കൊടുക്കണം. 1200 ബാത്ത്, 1200 ബാത്ത് അഡീഷണൽ കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. എന്തായാലും എല്ലാവരും കൊടുക്കുന്നില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ടിട്ട് നടക്കാം. നമ്മൾ വന്ന വണ്ടി കാണാമല്ലോ, അത് എങ്ങോട്ടാ പോയാവോ. അമ്മു വാ വാ വാ. ഇത് വലിയൊരു സ്ഥലം കേട്ടോ, ഒരുപാട് നടക്കാണ്ട്. നമ്മൾ ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി പോകും എന്നുള്ളത് നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് ഇങ്ങനെ നടക്കുക. അത് ഇത് കോഴി ഫീഡിങ് ആണ്, കോഴി പോണ്ടാണത്. കോഴി കാർപ്പ് കുറേ ഉണ്ട് ഇതിനകത്ത്. ഇതാ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ അതിനവിടെ കൊടുക്കണം. അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഫീഡ് ചെയ്യാം. പൈസ കൊടുത്തതിന് ശേഷം ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ അവിടെ. ആ ഇത് ആക്ച്വലി ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇത് ഒരു മയിലുണ്ട് ഇവിടെ, റാബിറ്റ്, ഇങ്ങനെ കുറെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ ടൈഗറാ. ആ ഇവിടെ പിന്നെ ടൈഗർ മാത്രമല്ല, ഇവിടെ ക്രോക്കഡൈൽ ഷോ ഉണ്ട്. ക്രോക്കഡൈൽ ഷോ അത് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇതാ ഇതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട് കേട്ടോ. ആ സമയത്ത് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പം ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കയറാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെയിൽ കൂടിയിട്ടോ, ഭയങ്കര വെയിലാ. ഇതാ റാക്കൂണല്ലേ അത്. ഒരു മിനിറ്റേ, ഇതൊക്കെ ഇതാരാ നോക്കിയേ, റാക്കൂൺ. ആ അത് പുറത്തിറങ്ങാൻ നോക്കാട്ടോ. എന്താ ഇവിടെയാണ് ക്രോക്കഡൈൽ ഷോ നടക്കുന്ന സ്ഥലം. ഇത് ബാക്കിൽ വലിയൊരു സ്റ്റേജ്, അതിനകത്തൊരു വലിയ പോഡിയം പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഈ ക്രോക്കഡൈലിൻ്റെ വായനകത്തോട്ട് തലയൊക്കെ എടുത്ത് വെച്ചിട്ട് ഡേഞ്ചറസ് ആക്ട്സ് ഒക്കെയാണുള്ളത്. അപ്പോൾ അതിന് അഡീഷണൽ നമ്മൾ വീണ്ടും കാശ് കൊടുക്കണം. ആക്ച്വലി അതൊക്കെ നമ്മൾ അത്ര വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയവരടുത്ത് ചോദിച്ചതൊക്കെ വെറുതെ നമ്മൾ കാശ് കളയണമെന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് ലൈവായിട്ട് കാണാം എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷേ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏകദേശം അതിനുള്ള ഇതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ഒരാളെ കാണിച്ചു തരാം. അതാ ഫോട്ടോ എടുക്കണോ? 100 ബാത്തിനാ.
ഇത് സ്ക്വയറൽ മങ്കിയാണ് കേട്ടോ, സ്ക്വയറൽ മങ്കി. അണ്ണാൻ കുരങ്ങ്, അണ്ണാൻ കുരങ്ങ്. ഫോട്ടോ എടുക്കുന്നവര് ആ, ഞാൻ എൻ്റെ കൂടെ ഫോട്ടോ എടുത്താൽ പോലെ ഫ്രീ ആയിട്ട്? ഏ വാ വാ, എന്താണ് വന്ന് വന്ന് വാ വാ. ഇത് പാവങ്ങളെ നോക്ക്, ഇതിൻ്റെ മുഖം കണ്ടാലേ വാ, എന്തൊരു പാവാ നോക്കിയാ. കണ്ടോ ചോദിച്ചു കണ്ടോ കണ്ടോ? വാ 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 വാ. യാ ബാഗ് ഓക്കെ. ബാഗ് ഇവിടെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിച്ചുകൊണ്ട് പോകുന്ന പറയണ. ദീസ് ആർ ഓക്കെ റൈറ്റ്? ദീസ് ആൻഡ് ദിസ് ഇറ്റ്സ് ഓക്കെ? യാ ഓക്കെ. വാ. ഇല്ല വാ. ഹിയർ ഹിയർ. യാ ഓക്കെ 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 ഓക്കെ. ഇതങ്ങനെ കുറേ ഇതായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്കന്മാരെ. യാ ഓക്കെ ഓക്കെ. ആ, ദിസ് വൺ വിച്ച് ഹാൻഡ്? ഓക്കെ. ഫോൺ. യാ. ഈ പേടിക്കണ്ട. അപ്പം അങ്ങനെ ഇതാരോ നോക്കിയേ, രണ്ട് കുറങ്ങൻ. ഫുഡ്. യാ ഓക്കെ. ആ നോക്കി തുറന്നതേ ഓർമ്മയുള്ളൂ കേട്ടോ. നോക്കി. ആ ഫോണോക്ക്. അവിടെ ഫോട്ടോ എടുക്കുന്നത് നോക്കി അമ്മ നിന്ന് നല്ല രസമല്ലേ കാണാൻ. നോക്ക്. അയ്യോ കച്ചറ നോക്കിയേ. എടാ ഇത് നോക്കടാ, കുഞ്ഞൊരു സാധനം കയ്യിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എടുത്ത് തിന്നുന്നുണ്ട്. നോ നെയിം. വാ പോയോ എല്ലാരും? ഓക്കെ. താങ്ക് യു. ചേച്ചി എടുക്കല്ലേ, മൈക്കാണ്. ഇപ്പൊ തന്നെ മൈക്ക് കൊണ്ടാനെ. ഇവൻ ഇതാട്ടോ, അവൻ ഇതാണ് വേണ്ടത്. ആ അത് തരില്ല, അത് തിന്നാനുള്ളതല്ല. നോ. ആ അവനെ മൈക്ക് വേണത്ര, ഇത് കൊടുത്തു തന്നെ. ഇതെന്നെ ആടോ രണ്ടെണ്ണോ നോക്ക്. അവര് മൈക്കാണ് അവര് വേണ്ടത്. നോക്ക് മൈക്ക് തപ്പിക്കൊണ്ടിരിക്കുക. യാ ദിസ് ഗൈസ്. ഇവനുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ കൊള്ളാല്ലേ, പാവങ്ങൾ കേട്ടോ. അതിനാണ് ഇത്ര പേടിച്ച്. ആ ഇല്ലില്ല, പാവങ്ങൾ. ഇന്ന് മൈക്ക് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ ബാക്കിയെല്ലാം തിന്നു. കൊള്ളാട്ടോ, സാധാരണ മങ്കി. മറ്റേ അവിടെ നമ്മൾ വലിയ തന്നെ മങ്കിയൊന്നുമല്ല. ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. ഫസ്റ്റുള്ളൊക്കെ 100. ഓക്കെ താങ്ക് യു. വേറൊരു റെക്കോർഡുണ്ട്, കാണിച്ചു തരാം. ഇവൻ ഒറ്റയ്ക്കാണ് മോൺസ്റ്റർ. ഈസ്മന് വേറെ എന്തോ ഒരു വിഷയമുണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഉണ്ടാ അവൻ കുറേ നേരം ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ കാശ് കൊടുക്കണം കേട്ടോ. നമ്മളെ റാബിറ്റ് ഉണ്ട്, റാക്കോൺ ഉണ്ട്, ഒരുപാട്. ഫോട്ടോ റാബിറ്റ് ഇല്ല തോന്നുന്നു, ക്ലോസ്ഡ് ആണ് തോന്നണോ. ഡു നോട്ട് എൻ്റർ അതാ ബോർഡ് വെച്ചിട്ടുണ്ട്. ആണേ. ആ റാബിറ്റ് ഇതാ പുറത്ത് ഇവിടെയാണുള്ളത്. റാബിറ്റ് ഇവിടെയാണുണ്ടല്ലോ, കേജിനകത്തല്ല. കേജ് അടച്ചിട്ടിരിക്കുക, അതിനകത്തൊന്നുമില്ല. ഡു നോട്ട് എൻ്റർ ബോർഡും വെച്ചിട്ടുണ്ട്. ഇതാണ് റാബിറ്റ്. ഇവിടെ ഇരിക്കുന്ന റാബിറ്റ്സ് ഇതാ, അതായിരിക്കണം ഒരെണ്ണം. ഇതാ ക്യാരറ്റ് തിന്നോണ്ടിരിക്കുകയാണ്. അവിടെ സ്പൈഡർമാൻ്റെ ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
കുട്ടികൾക്കൊക്കെ വന്ന രസമാണ്. വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ടൈഗർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടൈഗർ ആകെ ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫോട്ടോ എടുക്കുന്ന ടൈഗറും പിന്നെ അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 2-3 ടൈഗറൊക്കെ ഉണ്ടത്, അത് മാത്രം. ക്രൊക്കഡൈൽ ഷോയിൽ ഒളിഞ്ഞു നോക്കിയാലോ അത്. ഒളിഞ്ഞു നോക്കിക്കോ. അത് പുറത്ത് തന്നെ ആൾ വെക്കുന്നുണ്ട്. ആ ഗൈസ് ഒളിഞ്ഞു നോക്കാൻ പോണ്ട് ഗൈസ്. വാ. അതിനകത്ത് എന്തോ കാണാം. പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഒളിഞ്ഞു നോക്കാൻ പോയിട്ട് അതിനകത്ത് കുറെ പരിപാടികളുണ്ട്. എന്താ പറഞ്ഞേ? ഗൈസ് നമ്മൾ വന്ന വഴിനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. വേറെ ഇപ്പോ ടൈഗർ ടോപ്പിയാന്ന് പേര് മാത്രമേ ഉള്ളൂ. ആകെ 5 ടൈഗറേ ഉള്ളൂ. ഇത് തന്നെ ഇതിനേക്കാളും നല്ല എന്നിട്ട് ടൈഗർ പാർക്ക്. നമ്മളെ പാക്കേജിൽ ആദ്യം ടൈഗർ പാർക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ഹൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ടൈഗർ ടോപ്പിയിലേക്ക് മാറിയത്. എന്തായാലും പ്രത്യേകിച്ച് വേറെ ടൈഗർ ഒന്നും കാണാനില്ല. ആകെ കുറച്ചൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര വലിയ സംഭവം എന്ന് പറയാൻ മാത്രമുള്ളതൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളൂ. പിന്നെ ആളുകൾ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ നടന്നിങ്ങനെ അകത്തോട്ട് വന്നപ്പോഴേ വേറൊരിത് കണ്ടു. ബേബി ടൈഗറായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. എടാ നോക്കിയേ, നോക്ക്. ഇതിനകത്ത് 2 ടൈഗർ ഉണ്ട്. റിഫ്ലക്ഷൻ കൊണ്ട് കാണുമെന്ന് എനിക്ക് അറിയില്ല. ഇതിനകത്ത് 2 ബേബി ടൈഗേഴ്സ് ഉണ്ട് ഗൈസ്. ആ പ്ലാൻ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ബിക്കോസ് വലിയ ടൈഗറായിട്ട് നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്തു. ഈ ചെറിയ ടൈഗറിനെ വലുതാകുമ്പോൾ പിന്നെ ആ സൈസ് തന്നെ ആവണേ. അപ്പം വലിയ ടൈഗറിന് കൂടെ എടുത്താൽ പോരെ. അതൊന്നുമല്ല, അതിൻ്റെ കൂടെ എടുക്കുക 650 ബാത്താണ്. 650 ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2000 അടുത്ത് വരും. യെസ്, 2000 രൂപേൻ്റെ അടുത്ത് വരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നല്ല ആ ടൈഗറൊക്കെ വളർന്ന് വലുതായിട്ട് ഇതേപോലെ ആവും. അപ്പോൾ കണ്ടാൽ പോരെ. വേണ്ട ഇറക്കണുണ്ടല്ലേ നമുക്ക്. ഇതേ ഒരുത്തം വരുന്നു. അവൻ കൂടെ നോക്കി തേപ്പോണ്ട്. ഓ കറിയായിരുന്നു. അത് വേറെയാ ഗൈസ്. നമ്മളെ വണ്ടിക്കോ നോക്കി ലാസ്റ്റ് വണ്ടി കിട്ടി ഗൈസ്. ഇനി വണ്ടി കയറി തിരിച്ചു പോവാ. വേറെ മാത്രമൊന്നുമില്ല, നടക്കാനുള്ള ഒരു 100-150 മീറ്റർ ഉണ്ടാവും. യാ ഫിനിഷ്. Okay, chalo. Only this much? You can walk in around, take photo. No. Yeah, only here. Only here. Okay. Then let's go. And then Pattaya. Okay. Yes guys, ഇതാണ് നമ്മളെ ഹനുമാൻ. Hanuman Ji. Hanuman, yes. Okay guys. Yeah. ഗൈസ് നമുക്ക് വേറെയും കുറേ ആൾക്കാരെ കിട്ടി. നമ്മളെ സെയിം പ്രൈവറ്റ് പാക്കേജാണ്, പക്ഷേ നമ്മൾ പോകുന്ന ഏകദേശം സെയിം ഐറ്റിനറിയിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നാളെയും പറ്റുകയാണെങ്കിൽ അവരെ കാണുകയാണെങ്കിൽ നാളെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മളെ ഹനുമാനും നമ്മളും എല്ലാവരും കൂടെ നമ്മളെ ടൈഗർ ടോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ എത്ര സമയം കൊണ്ട് നമ്മൾ കഴിഞ്ഞ്? 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാക്സിമം. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റ്. അപ്പോൾ മൊത്തം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതാണ് 10 മിനിറ്റ് നമ്മൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 20-30 മിനിറ്റ് മാക്സിമം അരമണിക്കൂറും ടൈഗർ ടോപ്പി കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോട്ടെ. എന്തായാലും റൂമിലേക്ക് പോകണമെന്ന് വെച്ചാൽ വെയിലും ചൂടായി. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എല്ലാം ഭയങ്കര ഇന്നലെ ഉറക്കം ഉണ്ടായിരുന്നില്ല, ഫുള്ള് ക്ഷീണമാണ്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി റൂമിൽ പോയിട്ട് അവിടെ തൊട്ടടുത്താട്ടോ പട്ടായ ബീച്ച്, ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. 400 ബാത്ത്. 400 ബാത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ ടൈഗറിന്റെ കൂടെ ഒരു ഫോട്ടോയും എടുക്കാം. പിന്നെ ബാക്കി അതിന് മാത്രം ടൈഗേഴ്സ് ഒന്നുമില്ല, ആകെ കുറച്ച് ടൈഗേഴ്സ് ഞാൻ കാണിച്ചെന്നില്ല. ആ 2 കേജ് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഭയങ്കര ഹൈപ്പിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല ടൈഗർ ടോപ്പിൽ. ടൈഗർ പാർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടനുസരിച്ച് ടൈഗർ പാർക്ക് കുറച്ചും കൂടി അവിടെ ഒരു സഫാരി ഒക്കെ ഉണ്ട്. വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നമ്മളെ ടൈഗറിനെ നടക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ കേജിനകത്തിരുന്ന് ടൈഗേഴ്സിനെ കാണുക, ജസ്റ്റ് ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യുക, അത് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നല്ല വെയിലുണ്ട്, ഞാൻ പറഞ്ഞ പോലെ അതേപോലെ വെതർ കണ്ടോ, മുകളിൽ നല്ല മറ്റേ ഇരുണ്ട് വരുന്നുമുണ്ട്.
എനിക്ക് തോന്നണം മിക്കവാറും മഴ പെയ്തിട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ ഇന്ന് നമുക്ക് ഇനി ലാൽ കസാർ ഷോയ്ക്കാണ് പോകണേ. അത് അടിപൊളിയായിരിക്കും. അങ്ങനെ വണ്ടി വന്ന് നമ്മൾ തിരിച്ച് ടൈഗർ ടോപ്പിൽ നിന്ന് റൂമിലേക്ക് പോവാണ്. പോണ വഴി ഞാൻ മെല്ലെ മഴയുടെ ഒരു ലക്ഷണമുണ്ട്. മഴ ഇങ്ങനെ ചാറുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇവിടുന്നും ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് റൂമിലേക്ക്. അപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞ് റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഓക്കെ, ബൈ. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പം അതിൻ്റെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പറഞ്ഞത് 2 മണിക്കാണ് ചെക്ക് ഇൻ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം സമയം 1:15 2 മണി വരെ ഇവിടെ ഇരിക്കണം. നല്ല ടയേർഡാണ്. രാവിലത്തെ ആ വെയിലും പിന്നെ ഇന്നലത്തെ ഉറക്കമില്ലായ്മയൊക്കെ കൂടെ ആയിട്ട്. ഇവിടുന്ന് നമ്മളെ ഗോൾഡൻ ബീച്ച് പട്ടായ എന്ന ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് പട്ടായ ബീച്ചിലേക്ക് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് പട്ടായ ബീച്ച്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് തന്നെ എല്ലാ സംഗതിയും നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഹോട്ടലിൽ നിൽക്കുന്നത്. കാരണം സെൻട്രൽ പട്ടായയിൽ തന്നെ ബീച്ചിൻ്റെ സൈഡിലാണ് എന്ന് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ മെല്ലെ മെല്ലെ ഇനി ഓരോ സമയമായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്കിപ്പോൾ ഇന്ന് 3 ദിവസം പട്ടായയിലുണ്ടാകും. 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇനി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് റൂമിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ഇവിടെ പോസ്റ്റാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ തായ്ലൻഡ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരാണ്. സെക്കൻഡ് എപ്പിസോഡിൽ ഇതിലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പം സ്റ്റേ ട്യൂൺഡ്.